അന്നൂസ് കിച്ചൺ സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംടൈംസ് സിമ്പിൾ ഈസ് ബ്യൂട്ടിഫുൾ. ഇതിപ്പോ എന്തിനാ പറഞ്ഞതെന്നല്ല, എന്റെ ലുക്കിനെ ഞാൻ ബേസ് ചെയ്തിട്ട് പറഞ്ഞു കേട്ടോ. ഇന്നത്തെ എന്റെ ലുക്ക് എന്ന് പറഞ്ഞാൽ പക്ക സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓണം ലുക്കാണ് കേട്ടോ. ഒരു കുർത്ത ടൈപ്പ് ടോപ്പും സ്കേർട്ടുമാണ് ഇന്ന് ഞാൻ പെയർ ചെയ്തിട്ടുള്ളത്. എങ്ങനെയുണ്ട്? ആക്ച്വലി ഇത് രണ്ടാണ് കേട്ടോ. കണ്ടോ പറയോ? ഇല്ലല്ലോ. പക്ഷെ ഞാനിത് ചേർത്ത് വെച്ചപ്പോൾ ഒരു വേറെ തന്നെ ഒരു വൈബ് കിട്ടുന്നില്ല നിങ്ങൾക്ക്? ഒരു ഓണം വൈബ് അല്ലല്ല, ഓണം വൈബല്ല, ഒരു ഓണം മൂഡ്. ഇപ്പൊ അങ്ങനെയാണല്ലോ. ആക്ച്വലി ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് പറയാം, പണ്ടത്തെ ഒരു ചെറിയ കഥയാണ് കേട്ടോ. എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അത് സത്യം പറഞ്ഞത് ഓർമ്മ വന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. എന്ന് വെച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പൊന്നല്ല കേട്ടോ. ഞാനൊരു സ്കൂൾ ടൈം പഠിക്കുന്ന ടൈം, അതായത് ഞാൻ ഓണത്തിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. എനിക്ക് പൂടുന്നതായിട്ട് ഇഷ്ടം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ലാസ്റ്റ് വീഡിയോയിൽ. അപ്പോൾ പൂടുന്നതിൻ്റെ കൂടെ തന്നെ ഏതാ ഞാൻ ഡ്രസ്സ് ഇടുകയെന്നുള്ള ഭയങ്കരമായിട്ടുള്ള ആ ഡ്രസ്സിന് വേണ്ടിയിട്ടുള്ള മാച്ചിങ് കാതില, വള, മോതിരം, മാല, അങ്ങനെയൊക്കെ ഞാൻ എടുത്ത് പ്രിപ്പയർ ചെയ്ത് റെഡിയാക്കി വെക്കുകയായിരുന്നു. അപ്പൊ അമ്മമ്മ എന്നോട് ചോദിച്ചു, നിനക്ക് ശരിക്കും ഓണത്തിന് പൂവിടുന്നതാണോ ഇഷ്ടം, അതോ വന്ന് ഡ്രസ്സ് ചെയ്യുന്നതിനെ കുറിച്ചാണോ താല്പര്യം കൂടുതലെന്ന് ചോദിച്ചു. അമ്മേൻ്റെ അമ്മ കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു, രണ്ടും എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് കുറച്ചും കൂടി നല്ലോണം ഡ്രസ്സ് ചെയ്തിട്ട് ഉണ്ടായാലല്ലേ രസം ഉണ്ടാകാൻ കാണാനെന്ന് പറഞ്ഞു. അപ്പൊ അമ്മമ്മ പറഞ്ഞു, അപ്പൊ നിനക്ക് പൂവിടുന്നതിലല്ലേ കാര്യം എന്ന് ചോദിച്ചു. ഓണം എന്ന് വെച്ചാൽ എന്താ നിന്റെ മനസ്സിലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് പൂടുന്നതാണ് ഇഷ്ടം. അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ഡ്രസ്സ് ചെയ്തിട്ടുണ്ടാണ് കൂടുതൽ ഇഷ്ടം എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ആ ഒരു ടൈം അമ്മമ്മ പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ ഓണം എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ കസവ് ഡ്രസ്സോ അല്ലെങ്കിൽ പുതിയ സാരിയോ പുതിയ ഇതോ ഒന്നുമല്ല വേണ്ട. നിങ്ങൾ തനി നാടനായിട്ടൊരു മുണ്ടും നേരിയതോ അല്ലെങ്കിൽ നിങ്ങളെ കയ്യിലുള്ള പഴയ ഡ്രസ്സ് ഇട്ടാൽ മതി. അല്ലാണ്ട് ഓണത്തിന് ഓണക്കോടി തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതൊരു വേറെ തന്നെ ഒരു ഫീലിങ്സാ. ആ ഒരു ഫീലിങ്സിനെ മനസ്സിലാക്കി അത് സെലിബ്രേറ്റ് ചെയ്യാൻ അറിയണമെന്ന്. അല്ലാണ്ട് എനിക്ക് ഇത്ര പൂവുണ്ടെങ്കിലേ പൂവിടാൻ പറ്റുള്ളൂ, എനിക്ക് ഇങ്ങനെ ഇടണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്, അപ്പൊ എനിക്ക് ഇത്ര പൂ വേണം, എനിക്ക് ഇങ്ങനെ ഡ്രസ്സ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്, അപ്പൊ അതിനെല്ലാം മാച്ചിങ് സാധനം വേണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്താ നമ്മളെ കയ്യിലുള്ള അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ മനോഹരമാക്കാന്നാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ആക്ച്വലി ആ ടൈം ഇതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായിരുന്നില്ല കേട്ടോ. പക്ഷെ എന്താണെന്നറിയില്ല, ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പം അതുപോലെ ഈ ഒരു ഡ്രസ്സ് ഞാൻ കോമ്പോ ചെയ്ത് കൊണ്ടുവരുമ്പം എൻ്റെ മനസ്സിൽ മൊത്തത്തിൽ ഈ ഒരു ഡയലോഗായിരുന്നു ഉണ്ടായത്. അമ്മമ്മ അന്ന് എന്നോട് പറഞ്ഞ, എത്രയോ വർഷം മുമ്പ് പറഞ്ഞാന്ന് ചിലപ്പോൾ അമ്മമ്മക്ക് പോലും ഇപ്പോൾ ഓർമ്മയുണ്ടാവില്ല. പക്ഷെ ഈ ഒരു എന്താ പറയുക വാക്കുകൾ ഇപ്പം എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഈ ഒരു ഡ്രസ്സിലോട്ടാണ്. കാരണം നമുക്ക് എങ്ങനെ നമ്മളെ കയ്യിലുള്ളത് വെച്ചിട്ട് മനോഹരമായിട്ട് ചെയ്യാന്നുള്ളത്. ഈ ഒരു ലുക്ക് തന്നെ നോക്കൂ, വളരെ വെറൈറ്റി ആയിട്ടുള്ള വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലുക്കാണ്. എന്നാൽ ഒട്ടും എന്താ പറയാ ഔട്ട്ഡേറ്റഡ് അല്ലാത്തൊരു ലുക്കും കൂടി. സിമ്പിളിന് സിമ്പിളും ആണ്, ഗ്രാൻഡിനൊരു ഗ്രാൻഡിനൊരു ഗ്രാൻഡ് ലുക്കും കൂടി കൊടുക്കുന്ന, ഒരു ഓണം ലുക്കും കൂടി കൊടുക്കുന്ന ഒരു കോമ്പിനേഷൻ കൂടി കിട്ടുന്നുണ്ട് അല്ലേ. നമ്മൾ കയ്യിലുള്ള ഒരു ഔട്ട്ഫിറ്റ് വെച്ചിട്ട് ഇതുപോലെ നമുക്ക് മനോഹരമായിട്ടും ഓണം സെലിബ്രേഷന് ഡ്രസ്സ് ചെയ്യാം. അതാണ് കേട്ടോ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നത്. അതായത് രാമൻകുട്ടി കവി ഉദ്ദേശിച്ചത് നിങ്ങളെ കയ്യിലുള്ള കോംബോ വെച്ചിട്ട് ഇതുപോലെ ഒരു വെറൈറ്റി ട്രെൻഡും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാന്നാണ് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന നടുക്ക് ആകാശത്ത് നോക്കുമ്പോൾ 2 ഫ്ലൈറ്റ് ഒരേ ഡയറക്ഷനിൽ പോകുന്നത് കണ്ടു. അതും കൂടി ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എങ്ങനെയുണ്ട് എന്റെ 6th ഡേയുടെ ഓണം ലുക്ക്? കമലിൽ പറയാ കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലുക്കാണ്. സ്കേർട്ടുമായി കുർത്ത കംഫർട്ടബിളുമായി നിങ്ങൾക്ക്. പക്ഷെ രണ്ടും കൂടി ചേരുമ്പോൾ നല്ലൊരു ഡിഫറെന്റ് ലുക്ക് തന്നെയല്ലേ. ഒരു വെറൈറ്റി ആയിട്ട് നിങ്ങൾ ഈ ഒരു മോഡലും കൂടി ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ, ഈ ഒരു ഓണം സെലിബ്രേഷന് വേണ്ടിയിട്ട്. ഈ ഒരു ലുക്കിനെ കുറച്ചും കൂടി ബോൾഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഹെയർ സ്റ്റൈൽ കൊടുത്തത് പോണി സ്റ്റൈലാണ്. അതിൻ്റെ കൂടെ ആക്സസറീസ് എന്ന് പറഞ്ഞാൽ നെക്കിൽ ഞാനൊന്നും കൊടുത്തില്ല. കാതിൽ കുറച്ച് എന്താ പറയുക கொஞ்சം ഹെവി ആയിട്ടുള്ള ഇയറിങ്സ് ആണ് പെയർ ചെയ്തിട്ടുള്ളത് കേട്ടോ. ബാംഗിൾസ് 1 ഹാൻഡിൽ മാത്രം ഒരു മാച്ചിങ് ബാംഗിൾസും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ചോക്ലേറ്റ് ബ്രൗൺ കളർ ഷൂ ആണ് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുള്ളത്. ബോൾഡിന് ബോൾഡ് ലുക്കും ആയി ആൻഡ് സിമ്പിളിന് സിമ്പിളും ആയി. അപ്പൊ ഈ ഒരു ലുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ.
അത്തം മുതൽ തിരുവോണം വരെയുള്ള സീസൺ 2 സീരീസിന്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ നാളെ വീണ്ടും 7th ലുക്കുമായിട്ട് കാണുന്നവരെ ബൈ. साज साज फिर गाऊंगा फिर सबके